ഇടുക്കി വെള്ളത്തൂവലിലെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ചെക്ക് ഡാമിൽ നിറഞ്ഞുകിടക്കുന്ന ചെളിയും മണലും നീക്കുന്ന കാര്യത്തിൽ ഈ വേനൽക്കാലം അവസാനിക്കുമ്പോഴും തീരുമാനമില്ല. മുതിരപ്പുഴ 6 കുറുകെയാണ് വൈദ്യുതി ബോർഡ് ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവൽ പാലത്തിന് താഴെ മുതിരപ്പുഴയാറിന് കുറുകെയാണ് വൈദ്യുതി ബോർഡിന്റെ ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ ഈ ചെക്ക് ഡാം ഇപ്പോഴും ചെളിയും മണലും കൊണ്ട് നിറഞ്ഞ സ്ഥിതിയാണ്. ചെങ്കുളം പവർ ഹൗസിൽ നിന്നും ഉൽപാദനശേഷം പുറത്തുവിടുന്ന ജലവും മുതിരപ്പുഴയാറ്റിലെ ജലവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ചെക്ക് ഡാം നിർമ്മിച്ചത്. ഈ ഡാമാണിപ്പോൾ ചെളിയും മണലും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത്. മണലും ചെളിയും നീക്കി ചെക്ക് ഡാമിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന നടപടി അനന്തമായി നീളുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നു. മണലും ചെളിയും നീക്കി പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മേഖലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഇവിടുന്ന് കോരുന്ന മണലും ഇവിടുന്ന് കോരുന്ന സാധനങ്ങൾ കൊണ്ടാണ്. നമ്മുടെ മേഖലയിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരടി മണലിന് 100 രൂപ വെച്ച് കൊണ്ടുവന്ന പാറ മണൽ കൊണ്ടുവന്ന് നിർമ്മാണം നടത്തേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ഇടുക്കി ജില്ലയും കേരളവും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത് ലേലം ചെയ്ത് കൊടുക്കുവാനുള്ള നടപടിയാണ് ആവശ്യം. ഇവിടെ ഭവന നിർമ്മാണ പദ്ധതി പോലുള്ള അനവധിയായ പദ്ധതികൾ തുടർന്ന് നടപ്പിലാക്കാൻ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വലിയൊരു തോതിൽ ഉപകരിക്കും. അതുകൊണ്ട് അടിയന്തരമായിട്ട് നടപടി ബന്ധപ്പെട്ടവർ ചെയ്യും. 2018 പ്രളയത്തെ തുടർന്ന് ചെക്ക് ഡാമിൽ മണലും ചെളിയും നിറഞ്ഞിരുന്നു. അന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിന്ന് മണൽ നീക്കാനുള്ള ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി. പക്ഷേ ഇതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് ചില ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ അനുമതി മരവിപ്പിച്ചു. ഇനിയും കാലതാമസം വരുത്താതെ ചെക്ക് ഡാമിന്റെ സംഭരണശേഷി തിരികെയെടുക്കാനുള്ള ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.